നമസ്കാരം. ആദ്യം ചത്ത കുതിര, പിന്നീട് തൊപ്പിയൂരിച്ച് സ്പീക്കറാക്കി, ഇന്ന് പച്ചക്കൊടി മാറ്റിച്ച് നാളെ ലീഗിന്റെ പേരിലെ മുസ്ലിം പോകുന്നു. സമൂഹ മാധ്യമങ്ങളിലും തെരഞ്ഞെടുപ്പിലും ചർച്ചയായി മുസ്ലിം ലീഗിന്റെ ആടുജീവിതം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ലീഗിന്റെ പച്ചക്കൊടി കോൺഗ്രസ് വിലക്കിയതോടെയാണ് ലീഗിനെതിരായ പരിഹാസ്യ വർഷം. ലീഗിന്റെ ആത്മാഭിമാനത്തെയും വ്യക്തിത്വത്തെയും കോൺഗ്രസ് തുടർച്ചയായി അപമാനിച്ച ചരിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അധികാരത്തിൽ ഉള്ളപ്പോഴും മുന്നണിയിലും അവഹേളിച്ച് മുസ്ലിം ലീഗിനെ ഹറാമായി കണ്ടും ലീഗുകാരുടെ വോട്ടിനെ ഹലാലായും സ്വീകരിച്ച കോൺഗ്രസ് നിലപാടുകൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചരിത്രം. ഏപ്രിൽ 3 വയനാട്ടിലെ UDF റാലിയിൽ ലീഗ് കൊടി പാറിക്കാനാകാതെ താഴ്ത്തി ഇരിക്കേണ്ടി വന്നു. എന്നാൽ ഇത്തരം അവഹേളനം ആദ്യാനുഭവമല്ല. 1957 നെഹ്റുവിന്റെ ചത്ത കുതിര എന്ന അധിക്ഷേപത്തിൽ തുടങ്ങിയതാണിത്. 6.5 പതിറ്റാണ്ടിനപ്പുറം നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരന് മുൻപിൽ സ്വന്തം പതാക കൂടി താഴ്ത്തി. ലീഗ് ഇപ്പോഴല്ലേ ശരിക്കും ചത്ത കുതിരയായതെന്ന ചോദ്യവും സജീവമാണ്. നെഹ്റു വിളിച്ചു ചത്ത കുതിര. 1957 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് ആക്ഷേപിച്ചത്. 1957 ഫെബ്രുവരി 25 കോഴിക്കോട് വെസ്റ്റ് ഹിൽ ബീച്ചിൽ ചേർന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു വിവാദ പരാമർശം. ഇതായിരുന്നു നെഹ്റുവിന്റെ വാക്കുകൾ. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ കാഴ്ച ബംഗ്ലാവിൽ വെച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കേരളത്തിലും അതിന്റെ ഗതി കാഴ്ച ബംഗ്ലാവിലേക്ക് തന്നെ. എന്നാൽ ചത്ത കുതിരയുടെ വാലിന്റെ ഒരംശം ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു. തീർന്നില്ല, മഹാനായ CHന്റെ തൊപ്പി അഴിപ്പിച്ചു. അതും മറക്കാനാകില്ല. ലീഗിന്റെ എക്കാലത്തെയും അഭിമാനമായി വാഴ്ത്തുന്ന നേതാവ് CH മുഹമ്മദ് കോയയെയും കോൺഗ്രസ് ക്രൂരമായി അപമാനിച്ചിട്ടുണ്ട്. ലീഗിൽ നിന്ന് രാജിവെച്ച ശേഷമേ സ്പീക്കറാക്കാൻ കോൺഗ്രസ് അനുവദിച്ചുള്ളൂ. 1961 ലീഗ് ചരിത്രത്തിലെ അപമാനകരമായ ആ സംഭവം. KM സീതി സാഹിബ് അന്തരിച്ചതിനെ തുടർന്ന് CHനെ ലീഗ് സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. എന്നാൽ കോൺഗ്രസ് വാശി പിടിച്ചു. ലീഗിൽ നിന്ന് രാജിവെച്ചാലേ സ്പീക്കറാക്കാൻ പറ്റൂ. അങ്ങനെ ഒടുവിൽ കോൺഗ്രസിന് കീഴടങ്ങി. CH ലീഗിൽ നിന്ന് രാജിവെച്ചാണ് 1961 ജൂൺ 9 നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതേ തുടർന്നാണ് CHനെ തൊപ്പി അഴിപ്പിച്ച് സ്പീക്കറാക്കിയെന്ന വിഖ്യാതമായ രാഷ്ട്രീയ പ്രയോഗം ഉടലെടുത്തത്. ഇന്നിപ്പോ വയനാടിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ കൊടി മറ്റ് ജില്ലകളിൽ നിന്ന് കൂടി മാറ്റി നിർത്തുകയാണ് കോൺഗ്രസ്. നേരത്തെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ നിന്ന് ലീഗ് കൊടി ഒഴിവാക്കിയതിൽ തന്നെ ലീഗിനകത്ത് അസംതൃപ്തി പുകയുന്നതിനിടെയാണ് പുതിയ ഈ സംഭവം ഉണ്ടായത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരിടത്തും തൽക്കാലം പച്ചക്കൊടി വേണ്ട എന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് കേട്ട് മൗനം പാലിക്കുകയാണ് പാവപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും. ആലപ്പുഴയിലും വയനാട് അങ്ങനെ ആവർത്തിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് ദേശീയ നേതാവുമായ KC വേണുഗോപാലിന്റെ പ്രചരണ പരിപാടിയിലാണ് ലീഗിന്റെ കൊടിക്ക് വിലക്ക്. അവിടെ കോൺഗ്രസിന്റെ പതാക കൂടാതെ RSPയുടെയും KDP എന്ന പാർട്ടിയുടെയും ഒക്കെ പതാകയുണ്ട്. പക്ഷേ UDFിലെ രണ്ടാമനായ ലീഗിന്റെ കൊടിക്ക് മാത്രമാണ് വിലക്കുള്ളത്. 2 സീറ്റിന് വേണ്ടി പാർട്ടി പതാക അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെക്കേണ്ട ദുർഗതി പക്ഷേ അഭിമാനബോധമുള്ള ലീഗുകാർക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ നിസ്സഹായതയും വേദനയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴയിൽ ഈ കൊടിയുടെ വിതരണം നടക്കുന്നത്, കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള കൊടിയുടെ വിതരണം നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാനത്തിന് തൊട്ട് മുൻപിൽ വെച്ചാണ്. അവിടെയുള്ള ഓരോ ലീഗുകാരും ഇത് കണ്ട് ഏറെ വേദനിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലീഗിന്റെ കൊടി പലയിടങ്ങളിൽ നിന്നും മാറ്റുന്നത് അല്ലെങ്കിൽ മാറ്റിവെക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്? KC വേണുഗോപാലിനെ പോലെയുള്ള ഒരു ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം പോലും പാടില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു ഒരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിന്? അങ്ങനെ പേടിച്ച് ലീഗിന്റെ വോട്ട് മാത്രം മതി എന്ന തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നു? എന്തുകൊണ്ടാണ് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കാത്തത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് തങ്ങളുടെ സഖ്യകക്ഷിയാണ്, UDF എന്ന സംവിധാനത്തിലെ രണ്ടാമനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയണം ഈ വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ധൈര്യമുണ്ടെങ്കിൽ. തമിഴ്നാട്ടിലാകട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ അവിടെയെല്ലാം തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുണ്ട്. തമിഴ്നാട്ടിൽ
കഴിഞ്ഞ തവണ MP ഉണ്ടായിരുന്നു, ഇത്തവണയും മത്സരിക്കുന്നുണ്ട് DMK സഖ്യത്തിനൊപ്പം. അവിടെയും ഉണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ കൊടിയും. സാക്ഷാൽ ഉദയനിധി സ്റ്റാലിൻ അടക്കം കോണി ചിഹ്നം കയ്യിലേന്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ അദ്ദേഹം തന്റെ നവമാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവിട്ടിരുന്നു. ആ ധൈര്യമെങ്കിലും കാണിക്കാൻ ഈ കോൺഗ്രസുകാർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര കാലം നിങ്ങൾ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തും? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പശുവിനെ പോലെ തൊഴുത്തിൽ കെട്ടിയിടുക എന്നതാണോ മുസ്ലിം ലീഗ് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ? ആവശ്യത്തിന് പാൽ കറന്ന് കുടിച്ചതിന് ശേഷം ആ പശുവിനെ മാറ്റി നിർത്തി തൊഴുത്തിൽ കെട്ടിയിടുന്ന ഈ പരിപാടി എന്ന് അവസാനിപ്പിക്കും? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തുടങ്ങിയതാണ് മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അവഗണിക്കുന്നത്. 3ാം സീറ്റ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിന്നപ്പോൾ ഒരു തരത്തിലും കോംപ്രമൈസിന് കോൺഗ്രസ് തയ്യാറായില്ല. UDF കൺവീനറായ MM ഹസൻ പല ചർച്ചകൾക്ക് ശേഷവും പറഞ്ഞത് അതിന്റെ ആ ധാർഷ്ട്യ മനോഭാവത്തോടു കൂടെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇക്കാര്യത്തിൽ ഒരു ചർച്ചയുമില്ല, ഒരു ഉഭയകക്ഷി ചർച്ചയുമില്ല, പാർട്ടിക്കകത്തും ചർച്ചയുമില്ല, ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അത് തന്നെ കോൺഗ്രസിന്റെ ധാർഷ്ട്യമായിരുന്നു. എന്തുകൊണ്ടാണ് വരാനിരിക്കുന്ന അടുത്ത ടേമിൽ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഒരു ഉറപ്പ് നൽകേണ്ടി വരുന്നത്? മുസ്ലിം ലീഗിന് നേരത്തെ തന്നെ അത് അവകാശപ്പെട്ട സീറ്റാണ്. മുൻപും പലതവണയും 3ാമത് രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ 3ാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നും അവരോട് പറഞ്ഞത് വരാനിരിക്കുന്ന രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകുമെന്നാണ്. സാക്ഷാൽ ഹൈദരലി തങ്ങൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പറഞ്ഞ സൗണ്ട് ബൈറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അന്നും അവരെ ആശ്വസിപ്പിച്ചിരുന്നത് ഈ രാജ്യസഭാ സീറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ആ രാജ്യസഭാ സീറ്റ് എവിടെ? ഇപ്പോഴും ഒരു രാജ്യസഭാ സീറ്റ് തന്നെയാണ് അവർക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ 2 പാർലമെന്റ് സീറ്റ് പൊന്നാനിയിലും അതോടൊപ്പം തന്നെ മലപ്പുറവും. മറ്റൊരു പാർലമെന്റിലെ ലോക്സഭാ അംഗത്വം വേണം എന്നായിരുന്നു അവരുടെ 3ാം ആവശ്യമായി മുൻ കണ്ടത്. RSP, അതായത് ഒരംഗം മാത്രമുള്ള RSPക്ക് പോലും, അതായത് ഒരംഗം പോലും നിയമസഭയിലില്ലാത്ത RSPക്ക് പോലും ഒരു പാർലമെന്റ് പദവിയിലേക്ക് അല്ലെങ്കിൽ MP സ്ഥാനം നൽകുമ്പോൾ അതിനേക്കാൾ എത്രയോ കൂടുതൽ MLA-മാരുള്ള മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സീറ്റ് നൽകുന്നില്ല എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു കേട്ടതാണ്. അന്ന് തുടങ്ങിയ അവഗണന, അന്ന് കേട്ടിരിക്കുന്ന അവഗണന, അത് പലസ്തീൻ വിഷയത്തിലായാലും CAA വിഷയത്തിലായാലും ഒക്കെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ കാണുന്നത് ഏത് തരത്തിലാണെന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അവർ ചിന്തിക്കുന്നുണ്ട്. അവർ ചിന്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. അതുകൊണ്ട് CAA വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളും പലസ്തീൻ വിഷയത്തിൽ അവസാനം മാത്രം കോൺഗ്രസിന് ഉയർത്തെഴുന്നേപ്പ് വരികയും അല്ലെങ്കിൽ എവിടെ നിന്നോ ദൈവവിളി കേട്ട് ഓടി വന്ന് അവസാനം കടപ്പുറം സമ്മേളനമൊക്കെ നടത്തുന്ന കോൺഗ്രസിന്റെ ഈ മനോഭാവം അത് മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും അടക്കമുള്ള മത സാമുദായിക സംഘടനകളുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ തൊഴുത്തിലെ പശുവാകാൻ മുസ്ലിം ലീഗ് ഇനിയും കാത്തിരിക്കുന്നത് എന്തിനാണ്? ചരിത്രം ഇനിയും ആവർത്തിക്കുമോ? സാക്ഷാൽ CH-നെ പോലും പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ച് സ്പീക്കറാക്കിയ കോൺഗ്രസിന്റെ ആ മാടമ്പിത്തരത്തിന് മുമ്പിൽ ഇനിയും മുസ്ലിം ലീഗ് തല കുനിക്കേണ്ടതുണ്ടോ എന്ന് ഓരോ പ്രവർത്തകരും നെഞ്ചത്ത് കൈവച്ച് ആ ഹരിത പതാക ഉയർത്തിക്കൊണ്ട് തന്നെ പറയാനുള്ള ആവേശവും ആർജവും എന്ന് കാണിക്കുന്നു. അന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ജനം അംഗീകരിക്കുക തന്നെ ചെയ്യും.